ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരമാമ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുവാണ് ഹരിനെയും ശിവനെയും എല്ലാവരെയും. ഹരി തന്നെയാണ് കൂടുതൽ പറയുന്നത്. എന്തായാലും നീയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നിനക്കെങ്കിലും ഒന്ന് നല്ലൊരു ജോലി കിട്ടിയപ്പോൾ നിനക്ക് പുറത്തോട്ടൊക്കെ പോവായിരുന്നല്ലോ, അങ്ങനെയെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അപ്പവും ഒത്തിരി വിഷമിപ്പിച്ചല്ലോ അവർ. അപ്പോൾ ഇങ്ങനെ ആവാനുള്ള കാരണം നമുക്ക് അവളെ കുറ്റം പറയാനും പറ്റില്ല. നീ അവൾക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്നില്ല എന്നൊരു തോന്നൽ അവൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് വിചാരിക്കാം. അതിലൊരു പങ്ക് നിനക്കും ഉണ്ട്. ഈ ദേവിയും ബാലനും പോയതിൽ അവർ അത്രയ്ക്ക് മനസ്സ് പ്രയാസപ്പെട്ട് പെട്ടത് കൊണ്ടാണല്ലോ അവരിങ്ങനെ പോയത് എന്നിങ്ങനെ പറയുമ്പോൾ ഹരി ആകെപ്പാടെ തളർന്നു പോകണം. കാരണം ഹരിയുടെ ഭാഗത്തും കുറ്റമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് എൻ്റെ വലിയേട്ടനൊന്നും വരുത്തല്ലേ ഈശ്വര, എത്രയും വേഗം എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ശിവൻ തന്നെ ഏട്ടാ കരയില്ലെന്നും പറഞ്ഞിട്ട് തോളിൽ ചാരി നമ്മുടെ ഹരിയെ ആശ്വസിപ്പിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലാണെങ്കിൽ അഞ്ജുവും അപ്പവും കൂടെ ഇത് തന്നെയാണ് സംസാരം. ഇനി എന്തെങ്കിലും അബദ്ധം എങ്ങാനും കാണിച്ച് കളയോ എന്നൊക്കെയുള്ള പേടിയിലും ടെൻഷനിലും അവരിങ്ങനെ ഉമ്മർത്തിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ജയന്തി അങ്ങോട്ട് വരുന്നത്. ജയന്തി എത്തിയെ കണ്ട ഉടനെ അഞ്ജു ആകെ പേടിക്കുകയാണ്. ഈശ്വര, എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവാണോ ദൈവമേ, വരവ് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ജയന്തി ഇങ്ങനെ ചാടി കുതിച്ച് വന്ന് ഇറങ്ങിയിട്ട് പറയാണ്, എടി എന്താ ഞാൻ ഈ കേൾക്കുന്നത് ശരിയാണോ? ദേവിയും ബാലേട്ടനും കൂടെ എന്തോ ഒരു പേപ്പറിൽ കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയി എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്, ശരിയാണോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഉടനെ അഞ്ജു പറഞ്ഞിട്ട് ഇതെങ്ങനെ ജയന്തി എത്തി അറിഞ്ഞത്? അത് സാവിത്രി അമ്മായി വിളിച്ച് പറഞ്ഞു, അമ്മാവ പറഞ്ഞു, അങ്ങനെ ഞാൻ അറിഞ്ഞതാ കാര്യങ്ങൾ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി ഇനി വന്നതാ, എന്താ കാര്യം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ആണ് എന്നിങ്ങനെ പറയുമ്പോൾ ജയന്തി പറയാൻ കേട്ടോ, എന്നാൽ ഈ കണ്ണൻ ആൾ കൊള്ളാല്ല, അവൻ കാരണം അവരുടെ മനസ്സ് വിഷമിച്ചതും അവർ പോവാൻ കാരണം. അവനെ ഇനി ഒരു നിമിഷം ഇവിടെ വച്ചേക്കരുത്, അവനെ അടിച്ചിറക്കണം. അവനെ ആവശ്യമുള്ള അവൻ്റെ കാര്യം നേടാൻ വേണ്ടി ബിസിനസ് നടത്താൻ വേണ്ടി അവരെ മനസ്സും പ്രയാസപ്പെടുത്തി അവനെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാദോരാതെ കണ്ണനെ കുറ്റപ്പെടുത്തുവാണ് ജയന്തി. അപ്പോൾ അപ്പു പറയുന്നുണ്ട്, ഇപ്പം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പറയാനുള്ള അവകാശം എന്താ ജയന്തി എടുത്തിക്ക്? അതെന്താ എനിക്ക് പറയാൻ പറ്റില്ലേ? ഇങ്ങനെയല്ലല്ലോ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. അവനെ ആവശ്യപ്പെട്ട അവകാശങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. അവൻ മിടുക്കനാണ്, അവനിപ്പോൾ പണ്ടത്തെ ആളല്ല, ഇങ്ങനെ വേണം ആണുങ്ങളായാൽ. ഇതൊക്കെയാണല്ലോ ജയന്തി എടുത്തി പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ ജയന്തി പറയും, ഓ നീയും വലിയ കാര്യമൊന്നും പറയണ്ട, അവർ പോകാനുള്ള കാരണം നീയും കൂടെ തന്നെയാണ്. പാവം പിടിച്ച ആ ദേവിട്ടി അവളുടെ അടുത്ത് നിന്ന് അകറ്റാൻ നോക്കിയതും ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇതൊക്കെ ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ ജയന്തി പറയുമ്പോൾ വീണ്ടും അപ്പോൾ പറയാണ്, അത് നിങ്ങൾ കാരണം തന്നെയാണ്. നിങ്ങൾ ഇത്ര തവണ ഇവിടെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ദേവൂട്ടി അമ്മയിൽ അവിടെ നിന്ന് അകറ്റണം, ദേവിയെട്ടിൽ നിന്ന് അകറ്റണം, അമ്മയെന്ന് വിളിപ്പിക്കരുത് എന്നൊക്കെ എത്രയോ തവണ എന്നെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇപ്പം എന്താ പറയുന്നത്? നിങ്ങൾ ആൾ കൊള്ളാമല്ലോ, നിങ്ങൾക്ക് ഒന്നും പറയാനുള്ള അവകാശമില്ലെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അഞ്ജു പറയണ്, ആഹാ അത് ശരി, അപ്പോൾ അപ്പൂനെ ഇങ്ങനെ കുത്തി ഇളക്കിയതുപോലെ കണ്ണനെ ഇതുപോലെ കുത്തി ഇളക്കിയിട്ടുണ്ടാവുമല്ലേ, പോയി ചോദിക്കുക, അവകാശം വാങ്ങിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ജയന്തി അടുത്ത് എന്ന് പറയണം. അല്ല ഞാനങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ 15 ലക്ഷം രൂപ ചോദിക്കുന്നു, എങ്ങനെയാണ് അറിയാം? ഞാൻ വിചാരിച്ചോ ഇത്രയൊക്കെ, എങ്കിൽ ഞാൻ അവനെ പറഞ്ഞ് തിരിപ്പിക്കില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ജയന്തി നല്ല വെള്ള ചമയ കേട്ടോ. അങ്ങനെ ജയന്തിയുടെ കയ്യിലേക്ക് ഇവിടെ എഴുതി വെച്ചിട്ട് പോയി ആ കത്ത് കൊടുക്കുക. അത് വാങ്ങി വായിച്ച ഉടനെ ജയന്തി പറയാം, അയ്യോ ഇത് സാധാരണ ഒരു കത്തല്ല, ഇത് ആത്മഹത്യാ കുറിപ്പാന്ന് പറയുമ്പോൾ ഉടനെ രണ്ടുപേർക്കും പേടിയാവുന്നുണ്ട്. ജയന്തിയെ വഴക്കും പറയുകയാണ് കേട്ടോ. എടി ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, അവരിത്രയും മനസ്സ് വിഷമിച്ചല്ലേ പോയത്, ഇനിയിപ്പോൾ എന്താ എവിടെയെങ്കിലും വല്ല കുളത്തിലോ കായലിലോ ഒക്കെ ഉണ്ടോ നിന്ന് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അത് ഇങ്ങനെ പറഞ്ഞ് ജയന്തി വഴക്ക് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ശിവന് ഹരിയുടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, ഒരിടത്തും എത്തിയിട്ടില്ല. അമ്പലത്തിലാണെങ്കിൽ ഒരു വർഷത്തേക്ക് കുടുംബക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വഴിപാടിനുള്ള പൈസ വരെ അടച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്താണെന്ന് ഒരു പിടിയില്ല, ഒരു തീർത്ഥാടനത്തിന് പോകുന്നു മാത്രമേ അമ്പലത്തിലുള്ളവരോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടനെ ജയന്തി പറയും, ഇനിയിപ്പോൾ അവിടെ എവിടെയും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, എത്രയും വേഗം പോലീസിൽ അറിയിക്കുക ശിവ. പിന്നെ ഇപ്പോൾ അവരാകുമ്പോഴത്തേക്കും വല്ല കുളത്തിലോ കായലിലോ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവന് ദേഷ്യം വരുവാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ വാ, ഇനി ഒരു അക്ഷരം നിങ്ങൾ എൻ്റെ വലിയേട്ടനെ ഇടത്തിന് പറ്റി പറഞ്ഞാലുണ്ടല്ലോ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോളണം എന്നൊക്കെ പറഞ്ഞ് വിരട്ടി വിടുകയാണ് കേട്ടോ. അവസാനം ജയന്തി പറയണു, ഓ ഞാനും പറഞ്ഞാൽ മാത്രമേ കുറ്റമുള്ളൂ, ഞാൻ പോവാണേ എന്ന് പറയാൻ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ഹരി പറയുന്നുണ്ട്, സേതുവേട്ടൻ്റെ പുതിയ നമ്പരൊന്നും തരാവോ ജയന്തി എടുത്തി എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞാൻ എന്തായാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സേതുവേട്ടൻ അറിഞ്ഞു എന്നിങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് സ്വയം മനസ്സിൽ വിചാരിക്കണം, പിന്നെ ഇനിയിപ്പോൾ ഇത് അറിയിച്ചിട്ട് വേണം അങ്ങേരെ അവിടെ ആ ബാംഗ്ലൂർ വല്ലവിധേന ഒരു ജോലി കിട്ടിയതും കൂടെ കളഞ്ഞിട്ട് ഇനി വരാൻ, വേറെ പണിയില്ല എന്നും പറഞ്ഞിട്ട് ജയന്തി അങ്ങ് പോകട്ടോ. അങ്ങനെ ഇവിടെ ശിവനും എല്ലാവരും നല്ല സങ്കടത്തിലാണ്. ഇനി എങ്ങോട്ട് പോയി അന്വേഷിക്കാനാ ദൈവമേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ശിവനാണ് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ അഞ്ജുവും
മുറിയിലേക്ക് കയറുവാണ്. അങ്ങനെ അഞ്ജുവിനോട് ഇതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ഇത് പെട്ടെന്നുള്ള തീരുമാനമല്ല ശിവേട്ട, നേരത്തെ ഇത് തീരുമാനിച്ച് വച്ചിരിക്കുന്ന തലേ ദിവസം എല്ലാവരുമായിട്ടിരുന്ന് അത്താഴം കഴിച്ചത് കണ്ടില്ലേ, ഊട്ടുപുരി വന്ന് കഴിച്ചില്ലേ, പിന്നെ പോരാഞ്ഞിട്ട് കടയുടെ താക്കോലും എല്ലാം ഏൽപ്പിച്ച് പറ്റ് കാശിൻ്റെ ബുക്കുകളും എല്ലാം ഹരിയേട്ടനെ ഏൽപ്പിച്ചില്ലേ, എല്ലാം അവർ കരുതി കൂട്ടി തന്നെയാണ്, കുറച്ച് നാൾ മുമ്പേ കരുതി വെച്ചതാണ്. ഈശ്വര, എന്നാലും എന്തെങ്കിലും ഒന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞെങ്കിൽ തടയായിരുന്നല്ലോ എന്നിങ്ങനെ ശിവൻ പറയാം കേട്ടോ. ഹരിയാണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥന, അപരാധങ്ങൾ പറ്റിപ്പോയി, ഭഗവാനെ ക്ഷമിക്കണം, ഞങ്ങളുടെ ഏട്ടത്തി ഒരു ദിവസം പോലും ഇവിടെ തിരികൊളുത്താതെ ഇവിടെ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല കണ്ണൻ, അതുകൊണ്ട് തന്നെയായിരിക്കും നമുക്കിപ്പോൾ ഈ ഒരു ശിക്ഷ തന്നത്, ഏട്ടത്തിയെ വേദനിപ്പിച്ചതുകൊണ്ട് ഒരിക്കലും അവർക്കൊരു ആപത്ത് വരില്ലെന്നും പറഞ്ഞിട്ട് ഹരി പ്രാർത്ഥിക്കട്ടോ. അപ്പോഴാണ് കണ്ണൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കണ്ണൻ വന്ന് ഹരിയോട് മാപ്പ് പറയാണ്, ചെയ്തതെല്ലാം തെറ്റായിപ്പോയി ഹരിയേട്ടാ, എനിക്കിനി ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല, എൻ്റെ ആ ഒരു ബിസിനസ് തുടങ്ങാനുള്ള മോഹം കാരണമാണ്, പോരാഞ്ഞിട്ട്. അപ്പോൾ ഹരി പറയുന്നത്, നിനക്ക് 15 ലക്ഷം രൂപ ഊട്ടുപുര പണയപ്പെടുത്തി അവൻ കൊണ്ട് തന്നില്ലേ, അപ്പോഴെങ്കിലും നിനക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ, അത് ഊട്ടുപുര പണപ്പെടുത്തിയാണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു, പിന്നെ പോരാഞ്ഞിട്ട് അത് മാത്രം ഞാൻ കയ്യിൽ വാങ്ങിയ ബാക്കി പൈസ കിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, അല്ലാതെ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ടല്ല ഹരിയേട്ടാ, എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറയാണ്. ആ പോട്ടടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ണനെ ചേർത്ത് വയ്ക്കുകയാണ്. ഹരി ആ ക്ഷമ കൊടുക്കുകയാണ്. അപ്പോഴാണ് ശിവൻ വരുന്നത് കേട്ടോ. ശിവൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, എൻ്റെ വലിയേട്ടനും ഇവിടുന്ന് ഈ ഒരു ഗതി വരുത്തിച്ച് നീ ഒറ്റ ഒരുത്തനാണ്, നിന്നോട് ഞാൻ എങ്ങനെ ക്ഷമിക്കാനാ, ഒരു കാലത്തും ഞാൻ ക്ഷമിക്കില്ലടാ എന്ന് പറയാട്ടോ. അവസാനം കണ്ണൻ താന്നു വണങ്ങി പറഞ്ഞിട്ടും ശിവൻ അടങ്ങുന്നില്ല. അങ്ങനെ ശിവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഹരിയോട് പറയുന്നത്, ഹരിയേട്ടാ വാ, എനിക്ക് ഹരിയേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഹരി തന്നെയാണ് കണ്ണനെയും വിളിക്കുന്നത്. വാ കണ്ണാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്നും പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.